രാത്രികാലം ഈ രാത്രികാലം അല്പസമയത്തെ ദൈവവചന ചിന്തനത്തിനായിട്ട് നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ഈ രാത്രികാലം അല്പസമയത്തെ ദൈവവചന ചിന്തനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ 25-ാമത്തെ വാക്യം വരെയാണ് ചിന്തിക്കുന്നത്. എല്ലാ വാക്യവും ഇപ്പോൾ വായിപ്പിക്കുന്നില്ല. ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ പറഞ്ഞു പോകുന്ന വേളയിൽ ഓരോ വാക്യങ്ങൾ വായിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ വായിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഈ വാക്യങ്ങളിൽ പ്രൈസ് ലോർഡ് പ്രധാനമായിട്ട് കാണുന്ന ഒരു സംഭവം യോസേഫിന് ദൂതൻ പ്രത്യക്ഷനാകുന്നു. അതായത് മറിയയുടെ ഭർത്താവായിരിക്കുന്ന യോസേഫ്, യേശുവിൻ്റെ പിതാവായിരിക്കുന്ന യോസേഫിന് ദൂതൻ പ്രത്യക്ഷനാകുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. നമുക്കറിയാം, ഈ വാക്യങ്ങളുടെ പശ്ചാത്തലം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇവിടെ യോസേഫ് എന്ന് പറയുന്ന ഒരു നീതിമാനായ വ്യക്തി, യാതൊരു കളങ്കവും ഇല്ലാത്തൊരു വ്യക്തി, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ഒരു നിയോഗത്തിന് വേണ്ടി തന്നെ ദൈവം വിളിച്ച് വേർതിരിക്കുകയാണ്. പ്രൈസ് അല്ലോ. എന്നാൽ ആ നിയോഗം തിരിച്ചറിയാൻ യോസേഫിൻ്റെ ജീവിതത്തിൽ വലിയൊരു ട്രാജഡിയിലൂടെയാണ് താൻ കടന്നു പോകേണ്ടി വന്നത്. പ്രൈസ് അല്ലോ. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി, സ്വർഗീയ പദ്ധതിയെ തൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുവാനായി തന്നെ സമർപ്പിച്ച ഒരു യോസേഫിനെയാണ് നമ്മൾ കാണുന്നത്. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നിലയിൽ, ജീവിതത്തിൽ ഒരിക്കൽ പോലും താൻ ആഗ്രഹിക്കാത്ത നിലയിൽ ജീവിതത്തിൻ്റെ സന്ദർഭങ്ങൾ മറിഞ്ഞു പോയപ്പോഴും ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിക്കായി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു യോസേഫിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യോസേഫ് ഒരു സാധാരണപ്പെട്ട വ്യക്തി അല്ല എന്ന് ഈ വചനങ്ങളിലൂടെ നമ്മൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അവിടെ കാണുന്നത് യോസേഫിൻ്റെ ആർദ്രത, യോസേഫിൻ്റെ സ്നേഹം, യോസേഫിൻ്റെ താഴ്മ, യോസേഫിൻ്റെ സമർപ്പണം, ഇതെല്ലാം നമുക്ക് ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം യോസേഫിൻ്റെ ഒരു ലൈഫിലേക്ക് നമുക്കൊന്ന് എടുത്ത്, അല്ലെങ്കിൽ യോസേഫിൻ്റെ ലൈഫിനകത്തേക്കൊന്ന് പ്രവേശിച്ചിട്ട് യോസേഫ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി കഷ്ടതയുടെ നടുവിൽ, സ്വപ്നങ്ങളെല്ലാം ശിഥിലമായതിൻ്റെ പശ്ചാത്തലത്തിലും ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിക്ക് വേണ്ടി തന്നെ നിയോഗിച്ചതായ, തന്നെ ദൈവം സമർപ്പിച്ചത്, തന്നെ താൻ സമർപ്പിച്ചത്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ഈ വാക്യങ്ങളിലൂടെ കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ രാത്രികാലം ഒന്നിച്ച് ചിന്തിക്കുന്നതും അത് തന്നെ. എ ഹംബിൾ പേഴ്സൺ, പ്രൈസ് ദി ലോർഡ്. ജോസഫ് എ ഹംബിൾ പേഴ്സൺ ഓർ ഹംബിൾ മാൻ ഫോർ ദി ഹെവൻലി മിഷൻ. സ്വർഗീയ ദൗത്യത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു യോസേഫിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ യോസേഫിൻ്റെ ജീവിതം നമുക്ക് ഒത്തിരി പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരികയാണ് ഈ രാത്രികാലം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യോസേഫ് ഹി വാസ് എൻ ഹാൻഡ് പിക്ഡ് മാൻ ഫോർ ഗോഡ്സ് സ്പെഷ്യൽ മിഷൻ. ദൈവത്തിന് വേണ്ടി പ്രത്യേകാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഈ യോസേഫിനെ കാണാം. എന്നാൽ യോസേഫിൻ്റെ ജീവിതം നാം ഒന്ന് തിരഞ്ഞു നോക്കുമ്പോൾ, യോസേഫിൻ്റെ അനുഭവങ്ങൾ നാം ഒന്ന് നോക്കുമ്പോൾ, there was a tragedy. Praise the Lord. Hallelujah. തൻ്റെ ജീവിതത്തിൽ തന്നെ വേട്ടയാടിയതായ, പ്രൈസ് ദി ലോർഡ്, ഒരു ട്രാജഡി നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. Can we just go through the verses? 1-ാമത്തെ വാക്യം 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിച്ചാട്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ ബിത്രോട്ട് അല്ലെങ്കിൽ ഈ ബ്രിത്തോ അല്ലെങ്കിൽ ഈ വിവാഹ നിശ്ചയം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. നമുക്കും ഉണ്ടല്ലോ വിവാഹം നിശ്ചയം എന്നത്. അന്ന് യഹൂദന്മാരുടെ സംവിധാനം അനുസരിച്ച് ഈ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടതിന് ശേഷം ഒരുപക്ഷെ ചില മാസങ്ങളോളം, അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ ഒരു വർഷത്തോളം എന്ത് ചെയ്യാം, ഈ വിവാഹത്തിന് വേണ്ടിയുള്ള ഇടവേള ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. സോ ജോസഫ് വാസ് എ ബിത്രോവഡ് ടു യങ് വുമൺ മേരിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതായ ഒരു യൗവനക്കാരനായിരുന്നു യോസേഫ്. എന്നാൽ ഈ ബിത്രോവൽ പീരീഡിൽ, അല്ലെങ്കിൽ ഈ ബെത്രോത്തൽ പീരീഡിൽ, ഈ നിശ്ചയിക്കപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ യോസേഫിന്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു ട്രാജഡി നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, ആ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട സമയത്ത് ഉണ്ടാകുന്ന ഒരു വാർത്ത, he had a shocking discovery. പ്രൈസ് ദി ലോർഡ്.
അതായത് മറിയ ഗർഭവതിയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭവതിയായി എന്നുള്ള വാർത്ത അറിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അന്ന് സമൂഹത്തിൽ ഇത് ഒരു വലിയൊരു നിന്ദയ്ക്ക് കാരണമാണ്. കാരണം യോസേഫ് വിവാഹം നിശ്ചയിക്കപ്പെട്ട വ്യക്തിയാണ്. യോസേഫിനെതിരെ ഉണ്ടാകുന്ന ആരോപണം ഇതാണ്: യോസേഫിന് ഒന്ന് വിവാഹം കഴിക്കുന്നിടം വരെയെങ്കിലും ഒന്ന് ക്ഷമിച്ചുകൂടായിരുന്നോ, അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തുകൂടായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം സമൂഹത്തിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ മറ്റൊരു ചിന്ത, ഈ മറിയ യോസേഫുമായിട്ട് വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിട്ട് താൻ യോസേഫ് അറിയാതെ ഒരു മകന് ജന്മം നൽകുന്നതായ സാഹചര്യത്തിലേക്ക് വരികയാണ്. സോ ഇറ്റ് വാസ് എ ഷോക്കിംഗ് ഡിസ്കവറി. യോസേഫിനെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു നിന്ദയ്ക്കും ഒരു നാണക്കേടിൻ്റെ കാര്യമായി തീർന്നു. കാരണം മറിയ ഇതാ പ്രഗ്നൻ്റ് ആയിരിക്കുന്നു, ഗർഭവതിയായിരിക്കുന്നു. അപ്പോൾ ഇത് പരിശുദ്ധാത്മാവിനാൽ ഉരുവായെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അത് കാലഘട്ടത്തിൽ അന്ന് പരിശുദ്ധാത്മാവിനാൽ ഉരുവായെന്ന് പറഞ്ഞാൽ വട്ടുപിടിച്ചെന്ന് വേണമെങ്കിൽ അല്ല അവരോട് ആൾക്കാർ പറയും, നീ എന്താ പൊട്ടത്തരം പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിനക്ക് ഗർഭം ധരിക്കാനായിട്ട് കഴിഞ്ഞു. ഇതൊന്നും മറിയയ്ക്കും യോസേഫിനും 100 പേരോട് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കുന്ന കാര്യമല്ല. സോ ദർ വാസ് എ ഷോക്കിംഗ് ഡിസ്കവറി ഫോർ ജോസഫ് റിഗാർഡിങ് ഹിസ് മാരിഡ് ലൈഫ്. അവന് ജീവിതത്തിൽ ഒരു വിവാഹം കഴിക്കാനായിട്ട് നിശ്ചയിക്കപ്പെട്ട സമയത്തുണ്ടായ വലിയൊരു തിക്തമായ അനുഭവം. മാത്രമല്ല ഈ യോസേഫ് ഒരു ചെറുപ്പക്കാരൻ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ. ഹി ഹാഡ് എ വേരിയസ് ഡ്രീംസ്. തൻ്റെ മുന്നിൽ ഒത്തിരി സ്വപ്നങ്ങൾ കാണും. ഒരുപക്ഷെ മറിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് മറിയയുമായിട്ടുള്ള വിവാഹ നിശ്ചയം ഏർപ്പെട്ടത്. സാധാരണഗതിയിൽ യഹൂദന്മാരുടെ ഈ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നതിൻ്റെ കാരണം ഈ സമയം കൊണ്ട് വേണം ഈ പുരുഷൻ, ഈ ഒരു യങ് പേഴ്സൺ വീട്ടിൽ നിന്നൊക്കെ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താൻ പുറത്ത് വന്ന് സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച് തനിക്ക് വിവാഹം കഴിച്ച് സ്വന്തമായിട്ട് താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കിയെടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വിവാഹം നിശ്ചയിക്കപ്പെട്ട സമയം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഈ സമയം ഇത്രയും വലിയൊരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു സ്വന്തം ഭവനത്തിൽ നിന്നൊക്കെ മാറി സ്വന്തമായി വീടൊക്കെ വെച്ച് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന, കുടുംബമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തണം. അതിനുവേണ്ടിയാണ് ഈ സമയം ഇങ്ങനെ കൊടുത്തിരിക്കുക. അപ്പോൾ യോസേഫ് എന്നൊരു ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ എന്തുമാത്രം ആഗ്രഹം കാണും. നല്ലൊരു കുടുംബജീവിതം നയിക്കണം താൻ ആഗ്രഹിച്ചിട്ടുണ്ട്. മറിയയുമായിട്ട് ഒന്നിച്ചുള്ള ഒരു ജീവിതം താൻ ആഗ്രഹിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. നല്ല വീട് എനിക്ക് വെക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. മറിയയുമായിട്ട് ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് നല്ല ജോലിയൊക്കെ ആകണം, കുടുംബം പുലർത്താനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്ന് വേണ്ട വിവിധങ്ങളായ ആഗ്രഹങ്ങൾ പേറി നടന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സ്വപ്നങ്ങളെ തച്ചുടച്ചുകൊണ്ടാണ് ഈ വാർത്ത തൻ്റെ ചെവിയിലേക്ക് എത്തുന്നത്. ആ ചെറുപ്പക്കാരൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ ശിഥിലമായി. താൻ ആഗ്രഹിച്ച തൻ്റെ ആഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. താൻ ചിന്തിച്ച തൻ്റെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. തനിക്കിനിയും എന്താണ് തൻ്റെ ഭാവി എന്ന് തനിക്കറിയത്തില്ല. ദേശത്ത് വലിയ ഒരു നിന്ദയ്ക്ക് കാരണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മുഖത്തടിക്കുന്ന അടി പോലെ ഒരു വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. തൻ്റെ സ്വപ്നം ഒരു നിമിഷം കൊണ്ട് അസ്തമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ ഒരുപക്ഷെ ഒരു ഭ്രാന്തനെ പോലെ ഒരു വ്യക്തിയായി മാറിയിരിക്കാം. അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് താൻ ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകാം. കാരണം ഒരിക്കലും താൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തതായ ഒരു വാർത്തയാണ് ആ ചെവികളിൽ എത്തുവാനായിട്ടിടയായി തീർന്നത്. മാത്രമല്ല ഈ സമയത്ത് ഇനി എന്താ രക്ഷപ്പെടാൻ ഒരു മാർഗം എന്താ? യഹൂദ പ്രമാണം അനുസരിച്ച് 2 മാർഗമേ ഉള്ളൂ. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഈ അവിവാഹമായ അല്ലെങ്കിൽ അവിഹിതമായിട്ടുണ്ടായ ഈ സാഹചര്യത്തിൽ പൊതുവെ സ്ത്രീകൾക്കെതിരെയാണ് യഹൂദ നിയമം നിലനിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ യോസേഫിനും എന്നെ ഡിക്ലെയർ ചെയ്താൽ മതി, ഐ ആം ഇന്നസെന്റ്, ഞാൻ ഇതിനകത്തൊന്നും അറിയുന്ന വ്യക്തിയല്ല, ഈ മറിയെ എങ്ങനെയോ പോയി ഒപ്പിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം കല്ലെറിഞ്ഞ് മറിയെ കൊല്ലണമെന്നുള്ളതാണ് യഹൂദന്മാരുടെ നിയമം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യോസേഫിന് 2 തീരുമാനമെടുക്കാം. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ഇത് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ പറഞ്ഞ് കാര്യങ്ങൾ കൈയൊഴിഞ്ഞ് മറിയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കാം.
അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ്, ഈ സമയത്ത് യോസേഫിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പരസ്യമായിട്ട് അവളോടുള്ള വിവാഹ നിശ്ചയ ഉടമ്പടിയിൽ നിന്ന് പിന്മാറി ഒരു തരത്തിലൊരു ഡിവോഴ്സ് പോലെ ഒരു സംഗതിയിലേക്ക് വേണമെങ്കിൽ പോകാം. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടും പ്രമാണം അവർക്ക് അനുശാസിക്കുന്നുണ്ട്. അത് വായിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആവർത്തന പുസ്തകം 22-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. മോശെ അവർക്ക് നൽകിയ കൽപ്പനകളിൽ ഒന്ന്, മോശയുടെ ന്യായപ്രമാണം, മോശ നൽകിയ ന്യായപ്രമാണത്തിലൂടെ വായിക്കുമ്പോൾ കാണാം. ആവർത്തന പുസ്തകം 22-20. അതോടൊപ്പം തന്നെ ആവർത്തന പുസ്തകം 24-1 വായിക്കുമ്പോൾ വേണമെങ്കിൽ ഉപേക്ഷണ പത്രം കൊടുത്ത് വേണമെങ്കിൽ അവിടെ നിന്ന് വിവാഹത്തിന്റെ ആ ക്രമീകരണത്തിൽ നിന്ന് പിന്മാറാം. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് ഓപ്ഷനാണ് തനിക്ക് മുന്നിലുള്ളത്. എന്നാൽ യോസേഫിനെ കുറിച്ച് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് അദ്ദേഹം നീതിമാനായതുകൊണ്ട് താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിരിക്കുന്ന മറിയെ സമൂഹത്തിന്റെ മുമ്പിൽ കല്ലെറിഞ്ഞ് കൊല്ലുന്ന കാഴ്ച തനിക്ക് കാണാൻ കഴിയാഞ്ഞതുകൊണ്ടും പരസ്യമായിട്ട് തന്നെ മറിയെ ഒരു വ്യഭിചാരി എന്ന നിലയിൽ ചിത്രീകരിക്കാൻ കഴിയാതെ ഒരു വലിയ ഡിലമയിൽ യോസേഫ് എത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ നാം വായിച്ചത്, മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചത്, രഹസ്യമായിട്ടങ്ങ് മാറാനായിട്ട് ആഗ്രഹിച്ചു. അതല്ലേ അവിടെ നാം വായിച്ചത്, പരിശുദ്ധാത്മാവ് ഗർഭിണിയായി കണ്ടിട്ട് അവളോട് ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാനായിട്ട് ഭാവിച്ചു. ആരും അറിയാതെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോകാമെന്ന് താൻ ആഗ്രഹിച്ചു. അപ്പോൾ നോക്കിക്കേ, താൻ ആ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു, വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചു, മക്കളുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തൻ്റെ ഇതുവരെ താൻ ചിന്തിക്കാത്ത ഒരു ഡിസിഷനിലേക്ക് എത്തേണ്ടി വന്നു. ഇത് ഞാൻ പറഞ്ഞു വരുന്നതെല്ലാം ഒരുപക്ഷെ യോസേഫിന്റെ സാഹചര്യം നമുക്കുണ്ടാകണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനാൽ ഉരുവാകാനായിട്ട് ദൈവം ഒരു പദ്ധതി ഒരുക്കിയത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ദിസ് വുഡ് നെവർ ഹാപ്പൻ ഇൻ അവർ ലൈഫ്. ബട്ട് പ്രൈസ് ദി ലോർഡ്, ഇതിനകത്ത് യോസേഫിന്റെ ഒരു ദൈവിക നിയോഗത്തിനോടുള്ള യോസേഫിന്റെ പ്രതികരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമല്ലായിരിക്കാം, എന്നാൽ അതിനോടുള്ള യോസേഫിന്റെ പ്രതിക്രിയ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലം ഒരു ദൂത് നിങ്ങളോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്, ചിലരോടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നേക്കാം, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങൾ കൊണ്ട് പേറിയായിരിക്കാം നാം നടന്നത്. നാം ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട്, നാം ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ ചില കാര്യങ്ങൾ എത്തിപ്പെടണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, നമ്മുടെ ഭാവി ഇങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം, ഞങ്ങളുടെ കുടുംബജീവിതം ഇങ്ങനെ ആയിത്തീരണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകാം, എൻ്റെ ജോലി ഇങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം, ഞാൻ ഈ ഗൾഫ് രാജ്യത്ത് വന്ന് ഇങ്ങനെയൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഇതുപോലെ തകർന്നു പോയ സാഹചര്യം ഉണ്ടാകാം. ഇതുപോലെ യോസേഫിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ട്രാജഡി പോലെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോയ സാഹചര്യം ഉണ്ടായേക്കാം. ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമായ സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് അസ്തമിച്ചു പോയ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. യോസേഫിന്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഹി വാസ് എക്സ്പെക്ടിങ്, he had a great dream, but unfortunately his dreams were shattered. Praise the Lord. He had to come to a unfavorable decision. താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സോറോഫുൾ ഡിസിഷനിലേക്ക് വരേണ്ടി വന്നു. നമ്മുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ആഗ്രഹിക്കാത്ത സംഗതികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നാം ചെയ്യേണ്ടാത്ത അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു ഡിസിഷനിലേക്ക് എത്തേണ്ടി വരും. നാം ആഗ്രഹിക്കാത്തതായ ഒരു കൺക്ലൂഷനിലേക്ക് ഒരു താല്പര്യത്തിലേക്ക് എത്തേണ്ടി വരും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. യോസേഫ് നീതിമാനായിരുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഗോഡ് ഹാസ് എ ഡെഫിനിറ്റ് പ്ലാൻ ഫോർ ഹിം. യോസേഫിന് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, യോസേഫിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, യോസേഫ് തൻ്റെ നാട്ടിൽ പോയി, എനിക്ക് തോന്നുന്നില്ല ആരോടെങ്കിലും ഇത് പരിശുദ്ധാത്മാവിനാൽ ഒഴിവായതെന്ന് യോസേഫ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം he cannot comprehend that. തനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഇത് എന്തോ ആ സംഭവം എന്ന്. പിന്നെ എങ്ങനെയാ മറ്റുള്ളവരോട് പറയുന്നത്? മറ്റുള്ളവരോട് പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാകുമോ? സോ he was totally unaware about the things
തിങ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്. ദൈവം അതിനോട് ഇടപെടുന്നുണ്ട്, ദൈവം തന്നോട് സംസാരിക്കുന്നുണ്ട്. ബട്ട് ഹി ഈസ് നോട്ട് ക്ലിയർ വിത്ത് എവറിത്തിങ്. തൻ്റെ മുമ്പിൽ വരുന്നത് കാണുന്ന കാഴ്ച മാത്രമേ താൻ കാണുന്നുള്ളൂ. അതിനപ്പുറത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഇതിൻ്റെ പിന്നിൽ എന്താ സംഭവിക്കുന്നതെന്ന് യോസേഫിന് അറിയുന്നില്ല. എന്നാൽ ഒരു കാര്യം ഈ രാത്രികാലം നമ്മുടെ ഉറപ്പിന് വേണ്ടി ഞാൻ പറയുകയാണ്, ഗോഡ് ഈസ് ഡൂയിങ് സംതിങ് സ്പെഷ്യൽ ഇൻ ദി ബാക്ക്ഗ്രൗണ്ട്. ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിലത് ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് ആസ് എ റിയാലിറ്റി അത് നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്വപ്നം ഇല്ലാതെയായി, നമ്മൾ കാണുമ്പോൾ നമ്മുടേതായ എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതെയായി. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ദൈവം ചില നിയോഗത്തോടുകൂടി ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് വി മേ നോട്ട് ബി ഏബിൾ ടു കോംപ്രിഹെൻഡ്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല, നമുക്ക് കാണാൻ കഴിയുന്നില്ല. ദി ഗോഡ് in his mission. ദൈവം നമ്മളെക്കുറിച്ചുള്ള ദൗത്യത്തിലായിരിക്കുകയാണ്. ദൈവം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. യോസേഫിനും മറിയയ്ക്കും അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്താ ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്ത് എക്സ്പ്ലനേഷൻ ആൾക്കാർക്ക് കൊടുക്കണമെന്ന് അറിയത്തില്ല. എന്നാൽ ഒരു കാര്യം യോസേഫിനും മറിയയ്ക്കും പിന്നത്തേതിന് മനസ്സിലായി, there is a mission upon me. എൻ്റെ മേൽ ഒരു ദൈവത്തിൻ്റെ നിയോഗമുണ്ട്, എൻ്റെ മേൽ ദൈവത്തിൻ്റെ ചില പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ ചില കൃത്യമായ ആലോചനകളുണ്ട്. ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ മൈ ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്റെ ജീവിതത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ദൈവം അത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ മേ നോട്ട് ബി നോയിങ് വാട്ട് ഈസ് ഹാപ്പനിങ് റിയലി, ഐ മേ നോട്ട് ബി സീയിങ് വാട്ട് ഈസ് റിയലി ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഐസ്, but I am sure that God is working in my life. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ ജീവിതത്തിൽ പല വാഗ്ദത്തങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ബട്ട് വി ആർ നോട്ട് സീയിങ് ദാറ്റ് പ്രോമിസ് ഇൻ ഫ്രണ്ട് ഓഫ് us, in front of our eyes. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ പല വാഗ്ദത്തങ്ങളും നമ്മൾ കാണാതെ ഇരിക്കുന്നു, നമുക്കത് കാണാൻ കഴിയാതെ പോകുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പായിട്ട് ഇന്ന് രാത്രികാലം ഓർക്കണം, ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ അവർ ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഹാലിലെ പിന്നണിയിൽ ദൈവം ചില പദ്ധതികൾ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേദപുസ്തകത്തിൽ ഒത്തിരി ആളുകളെ എനിക്ക് അതിനകത്ത് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് കഴിയും. പഴയ നിയമത്തിലെ യോസേഫ് പൊട്ടക്കിണറിൽ വീഴുമ്പോൾ ദൈവം തൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ ചെയ്യുന്നതെന്ന് യോസേഫിന് മനസ്സിലാകുന്നു. യോസേഫ് ഓർക്കുന്നു, ദൈവമേ, ഞാൻ എൻ്റെ സഹോദരന്മാരോട് ഒരു തെറ്റും ചെയ്തിട്ട് എന്നെ പിടിച്ച് പൊട്ടക്കിണറിലിട്ടല്ലോ. പൊത്തിഫറിന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഉണ്ടായ പരിശോധനകളുടെ നടുവിൽ യോസേഫ് വിചാരിച്ചു, കർത്താവേ, ഇങ്ങനൊരു പരീക്ഷണം എൻ്റെ ജീവിതത്തിൽ എന്താണ് ഉണ്ടാകുന്നത്. എന്നാൽ പൊട്ടക്കിണറിന്റെ അനുഭവം, പൊത്തിഫറിന്റെ വീടിന്റെ അനുഭവമൊക്കെ, ഇറ്റ് വാസ് എ റിയലി എ ഗോഡ്സ് ബാക്ക്ഗ്രൗണ്ട് പ്ലേയിങ് ബിഹൈൻഡ് ടു മേക്ക് ഹിംസെൽഫ് ആസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് പേഴ്സൺ ഇൻ ദ ഈജിപ്റ്റ്. ഈ മിസ്രൈമിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാക്കി മാറ്റാനുള്ള ദൈവത്തിന്റെ ചില പദ്ധതികൾ നടക്കുകയായിരുന്നു. ദാവീദിനെ വിളിച്ചു ചോദിച്ചേ, ദാവീദിനോട് പറയും, ദാവീദിന്റെ ആടുമാടുകളെ മേയ്ക്കുന്ന ദാവീദ് ഒരിക്കൽ ഒരു സിംഹത്തെ വലിച്ചു കീറേണ്ട ഒരു കരടിയെ വലിച്ചു കീറേണ്ട സാഹചര്യം ഉണ്ടായി. ദാവീദിന് അറിയത്തില്ല എന്തുകൊണ്ട് ഈ സിംഹം എൻ്റെ നേരെ വരുന്നു, എന്തുകൊണ്ട് ഈ കരടി എൻ്റെ ആടുകളെ പിടിക്കാനായിട്ട് വരുന്നു. എന്നാൽ ഗോഡ് വാസ് പ്രിപ്പയറിംഗ് എ ബാക്ക്ഗ്രൗണ്ട് ഫോർ ഹിം ടു ഡിഫീറ്റ് ഗോലിയാത്ത്. ഒരു ദിവസം ഗോലിയാത്തിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കേണ്ടി വരും, അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഒരു സിംഹത്തെ ദൈവം കൊണ്ടിട്ടു, എൻ്റെ മുമ്പിൽ ഒരു കരടിയെ ദൈവം കൊണ്ടിട്ടു. ഈ കരടിയെ കീറിക്കളയുമ്പോൾ, സിംഹത്തെ വലിച്ചു കീറിക്കളയുമ്പോൾ എനിക്ക് ദൈവം ഒരു നിയോഗം നൽകുന്നുണ്ട്. ഇസ്രായേലിന്റെ രാജാവായി, ഗോലിയാത്തിനെ തകർത്തുകൊണ്ട് ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെടാൻ ദൈവം എൻ്റെ പിന്നിൽ ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യോസേഫിനും ഇതേപോലെയുള്ള ഹി കനോട്ട് സീ ദി എൻഡ്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തനിക്കറിയത്തില്ല. എന്നാൽ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചില പദ്ധതികൾ, ഹി വാസ് ബീൻ പ്രിപ്പയറിംഗ് ഓർ ഗോഡ് വാസ് പ്രിപ്പയറിംഗ് ഹിം ഫോർ എ ഗ്രേറ്റ് മിഷൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏലിയാവിന് കെരീത്ത് തോട്ടിൽ കിടക്കുമ്പോൾ കർമ്മേലിന്റെ മുകളിൽ ഒരു ശുശ്രൂഷയുണ്ടെന്ന് താൻ അറിഞ്ഞില്ല. പ്രൈസ്. കെരീത്ത് തോട്ടിൽ കിടക്കുമ്പോൾ, അയ്യോ കർത്താവേ, ഇതാണോ എൻ്റെ ഗതി, എന്നെ ഇതിനാണോ വിളിച്ചത്, എന്നെ ഈ കെരീത്ത് തോട്ടിൽ ചൂരച്ചെടി ഇതിന്റെ നടുവിൽ കിടക്കാനാണോ എന്നെ വിളിച്ചത് എന്ന് ഏലിയാവ് വിലപിക്കുമ്പോൾ, ഏലിയാവിന് അറിഞ്ഞില്ല കർമ്മേലിന്റെ മുകളിൽ എനിക്ക് ദൈവം ഒരു ശുശ്രൂഷ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള ചില ബാക്ക്ഗ്രൗണ്ടുകൾ ദൈവം ഒരുക്കുന്നത് ദൈവത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി നമ്മെ രംഗത്തിറക്കാൻ വേണ്ടിയാണ്. ദൈവം നമ്മെ പ്രത്യേകമായ ചില നിലകളിൽ നയിക്കാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ഹാസ് എ സ്പെഷ്യൽ പ്ലാൻ അപ്പോൺ ഓൾ ഓഫ് us. നമ്മുടെ മേലെല്ലാം
ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്രത്യേകമായ പദ്ധതികളുണ്ട്. അത് നിവർത്തിക്കപ്പെടുവാനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. സോ ദ ട്രാജഡീസ്, ദ തിങ്സ് ഹാപ്പൻഡ് ഇൻ ഹിസ് ലൈഫ് മാർഡ് ഹിസ് ലൈഫ്. തന്നെ മാറ്റിയെടുക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് വന്നു. എന്നാൽ ഗോഡ് വാസ് വർക്കിംഗ് ബിഹൈൻഡ് ദ സീൻ. എന്നാൽ ദൈവം ഈ വലിയ ട്രാജഡിയൊക്കെ തൻ്റെ ജീവിതത്തിൽ കൊടുത്തുവെങ്കിലും തൻ്റെ മേലുള്ള ദൈവിക ദൗത്യത്തിന് വേണ്ടി ദൈവം ചില ദൗത്യം തന്നെ ഏൽപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ലൈഫിനെ തന്നെ ദൈവം മാറ്റിമറിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ തന്നെ ദൈവം ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ദർ ഈസ് എ ടാസ്ക് ഇൻവോൾവ് ഇൻ ദാറ്റ്. യോസേഫിൻ്റെ ജീവിതത്തിലും ദൂതൻ വന്നിത് പറയുമ്പോഴും തൻ്റെ ജീവിതത്തിൽ ദൈവം ചില നിയോഗം തനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് എന്നത് താൻ മനസ്സിലാക്കുകയാണ്. ഒന്ന്, അതിന്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം തനിക്കൊരു വലിയ വെളിപ്പാടിനെ നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ നിനക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടതായ ഈ മറിയ, പ്രൈസ് ദി ലോർഡ്, സാധാരണ ഒരു കുഞ്ഞിനെ അല്ല ജനനം കൊടുക്കാനായിട്ട് പോകുന്നത്. പ്രൈസ്, ദൈവപുത്രൻ അവനിൽ ജനിക്കാനായിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയ, ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം അസ്തമിച്ചു പോയ യോസേഫിനോട് ദൈവം പറയുന്ന ഒരു വാക്തത്വം, യോസേഫിനോട് ദൈവം പറയുന്ന ഒരു ടാസ്ക് ഇതാണ്: നീ ഒരു കാര്യം തിരിച്ചറിയണം, നീ ഒരു വെളിപ്പാട് തിരിച്ചറിയണം. അതെന്തെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ അത് നിന്റെ കുടുംബത്തിലാണ് ജനിക്കാൻ പോകുന്നത്. നീ ചേർത്ത് കൊള്ളാൻ പോകുന്ന മറിയയിലാണ് അത് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. സോ ദ ടാസ്ക് വാസ് ഇൻവോൾവ്ഡ് ഇൻ റിവീലിംഗ് ഗോഡ്സ് റെവലേഷൻ. എന്നെയും നിങ്ങളെയും ഈ ലോകത്തിലാക്കി വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ചില വെളിപ്പാടിനെ പകരാൻ വേണ്ടിയാണ്. അത് ഒരുപക്ഷെ ലോകത്തിൽ പുറത്തുള്ളവർക്ക് മനസ്സിലാക്കണമെന്നില്ല, ലോകത്തിൽ പുറത്തുള്ളവർക്ക് അത് മനസ്സിലാക്കണമെന്നില്ല. എന്നാൽ യോസേഫിന്റെ മേൽ ദൈവം ഒരു വെളിപ്പാടിനെ പകർന്നു കൊടുക്കുകയാണ്. മറിയയുടെ ഉള്ളിൽ വഹിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ഉരുവാക്കപ്പെടുന്നതാണ്. സോ he is been given a task to relay on the God's divine revelation. ദൈവത്തിൻ്റെ ദൈവിക വെളിപ്പാടിൽ ആശ്രയിക്കാനായിട്ട് ഒരു നിയോഗം യോസേഫിന് നൽകുകയാണ്. അതുമാത്രമല്ല, യോസേഫിന് ദൈവം ഒരു നിയോഗവും കൂടി, ചില ദൗത്യം കൂടി ഏൽപ്പിച്ചു. അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവനെ യേശു എന്ന് എന്താണ് പേർ വിളിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, ഈ മറിയയോട് യോസേഫിനോട് പലരും അഡ്വൈസ് ചെയ്ത് കാണും, നീ എന്ത് മണ്ടത്തരം കാണുന്നത്, നീ സന്നിധന സംഘത്തിന് മുമ്പിലോ ന്യായാധിപന്മാരുടെ മുമ്പിലോ വന്നിട്ട് എന്ത് ചെയ്യണം, ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ മറിയെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സാഹചര്യം, യു വിൽ ബി ഹാവിങ് എ ക്ലീൻ ചിറ്റ്, നിനക്ക് നല്ലൊരു ക്ലീൻ ചിറ്റ് ലഭിക്കും. എന്നാൽ നിയോഗം ഉള്ളിലുണ്ടായ യോസേഫിന് മനസ്സിലായി, അല്ല, പ്രൈസ് ദി ലോർഡ്, മറിയെ കല്ലെറിഞ്ഞ് കൊല്ലാനല്ല ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത്, അവളെ ചേർത്ത് കൊള്ളാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ഭാര്യയായി അവളെ സ്വീകരിക്കാനാണ്. ഞാൻ അറിയാതെ ഉണ്ടായ ഒരു കുഞ്ഞാണെങ്കിലും എൻ്റെ കുഞ്ഞായിട്ട് ഞാൻ അതിനെ കാണാനായിട്ടും, മാത്രവുമല്ല അതിന് പേരിടാൻ എനിക്കാണ് ദൈവം നിയോഗം തന്നിരിക്കുന്നത്. നീ അതിനെ യേശു എന്ന് വിളിക്കണമെന്ന് ദൂതൻ വന്ന് ആലോചന ചെയ്യുകയാണ്. സോ ഈ സാഹചര്യത്തിൽ യോസേഫിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റ് പരിശുദ്ധാത്മാവ് ദൈവത്തിന് ദൂതൻ നൽകി കൊടുക്കുകയാണ്. അത് നീ അവളെ എന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കരുത്. അവളെ ചേർത്ത് കൊള്ളാൻ നീ ശങ്കിക്കണ്ട, മറിച്ച് അവന് ഉൽപ്പാദിക്കപ്പെടാൻ പോകുന്ന പുത്രന് അല്ലെങ്കിൽ ഉൽപ്പാദിക്കപ്പെടാൻ പോകുന്ന കുഞ്ഞിന്, മകനെ എന്ത് വിളിക്കണം? പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. പ്രൈസ് ദി ലോർഡ്. യേശു എന്ന് പേരിടണം. എന്നെയും നിന്നെയും
പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൻ്റെ വിവിധ പാന്താവുകളിലൂടെ, വിവിധ സാഹചര്യങ്ങളിലൂടെ ദൈവം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ there is a special requirement God is asking upon us. ദൈവം നമ്മെക്കുറിച്ച് ചില സ്പെഷ്യൽ റിക്വയർമെന്റ് ആഗ്രഹിക്കുകയാണ്. യോസെഫിനെ ദൈവം നിയോഗിച്ചത്, യോസെഫിനെ ട്രാജഡിയിലൂടെ കൊണ്ടുപോയത്, യോസെഫിനെ ഈ ജീവിത അനുഭവത്തിലൂടെ തന്നെ കൊണ്ടുപോയത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഒരു കാര്യം, ദൈവത്തിൻ്റെ നിയോഗം തന്നിൽ നിവർത്തിക്കപ്പെടാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ നിയോഗം തൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടാൻ വേണ്ടിയാണ്. തൻ്റെ ചുറ്റുപാടുമുള്ളവർ തന്നെ പിന്തിരിയാനായിട്ട് ആഹ്വാനം ചെയ്ത് കാണും. തൻ്റെ ചുറ്റുപാടുമുള്ളവർ താൻ ഈ അനുഭവം വിട്ടിട്ട്, ഈ വിവാഹ ആലോചന വിട്ടിട്ട് പോകാനായിട്ട് തന്നോട് ആലോചന പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ യോസേഫ് ഒരു ടാസ്ക് തിരിച്ചറിഞ്ഞു. ഈ ലോകത്തിൽ ജനിപ്പാൻ പോകുന്ന നസ്രയനായ യേശു ക്രിസ്തുവിന്, സാക്ഷാൽ ദൈവപുത്രന് യേശു എന്ന് പേരിടാൻ ദൈവം എന്നെ കണ്ടിരിക്കുന്നു. യേശു എന്ന് പേര് വിളിക്കാൻ ദൈവം എന്നെ കണ്ടിരിക്കുന്നു. സോ നമ്മുടെ മേലുള്ള ദൗത്യത്തിന് എന്തുണ്ട്? ദർ ഇസ് എ ടാസ്ക് ആൻഡ് എ റിക്വയർമെന്റ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ചിലത് ചെയ്യിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാത്രികാലം നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ നിയോഗം എന്ന് തിരിച്ചറിയാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു സാധാരണ വിശ്വാസിയായി ജീവിക്കാനായിട്ടല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നാം ഒരു സാധാരണപ്പെട്ട വ്യക്തിയായി ജീവിക്കാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഗോഡ് ഈസ് ഗിവിംഗ് എ ടാസ്ക് ഓഫ് എ സ്പെഷ്യൽ റിക്വയർമെന്റ് to involve in a kind of a requirement. യോസേഫിനോട് പറയുന്നു, നീ യേശു എന്ന് അവന് പേരിടണം. ഇതെല്ലാം കേട്ടിട്ട് പ്രൈസ് ദി ലോർഡ് 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിച്ചാട്ട്, കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ റിയലൈസേഷൻ യോസേഫിനുണ്ടാകുകയാണ്. അവൻ കേട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, സർപ്പത്തിന്റെ തലയെ തകർക്കാൻ സ്ത്രീയുടെ സന്തതി എന്ത് ചെയ്യും? ജനിക്കുമെന്നത് കാലാകാലങ്ങളിൽ തൻ്റെ പിതാക്കന്മാരിലൂടെ കേട്ടിട്ടുള്ള തോറയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. അവർ കാത്തിരിക്കുന്ന ഒരു മശിയയുണ്ട്. സാക്ഷാൽ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി വെളിപ്പെടാനിരിക്കുന്ന ഒരു മശിയെക്കുറിച്ച് ചെറുപ്രായം മുതൽ യോസേഫ്, പ്രൈസ് ദി ലോർഡ്, അവരുടെ സിനഗോഗുകളിലും അവരുടെ ആ ദേവാലയങ്ങളിലും ഇരുന്ന്, പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇരുന്ന് കേട്ട് പഠിച്ച, സൺഡേ സ്കൂളിൽ കേട്ട് പഠിച്ചൊരു കാര്യമാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു മശിക ഉണ്ടാകും, സർപ്പത്തിന്റെ തലയെ തകർക്കാൻ സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ജനിക്കുമെന്ന് ഉൽപ്പത്തിയിൽ ഹാലയിലെ മോശ മുഖാന്തരം പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദത്തമുണ്ട്. അത് ഈ ലോകത്തിൽ എന്നെങ്കിലും ഒരു ദിവസം നിവൃത്തിയാകും. എന്നാൽ ദൂതൻ ഇത് വന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. ഇത് സാധാരണപ്പെട്ട എൻ്റെ കുടുംബത്തിലാണ് നടക്കാൻ പോകുന്നത്. ഞാൻ ഭാര്യയായി സ്വീകരിക്കാൻ ആഗ്രഹിച്ച മറിയയിൽ ഇത് സംഭവിക്കാൻ പോവുകയാണ്. കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടാനായിട്ട് പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടാനായി ദൈവത്തിന് ഒരുപക്ഷെ പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോസെഫിന് അറിയത്തില്ല ഇതെന്താ സംഭവിക്കുന്നത്, എങ്ങനെ ഇറ്റ് വിൽ ഹാപ്പൻ, ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ. He have never ever have an idea on it, but one thing he is realizing, God is fulfilling the prophecy that has been heard years before. Praise the Lord. ആണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം കേൾപ്പിച്ച, പ്രവാചകന്മാരിലൂടെ കേൾപ്പിച്ചത് എൻ്റെ ജീവിതത്തിൽ റിയലൈസ് ചെയ്യാൻ പോവുകയാണ്. യേശു, യഹോവ, പ്രൈസ് ദി ലോർഡ്, ഈസ് സാൽവേഷൻ. ദൈവം രക്ഷിക്കുന്നവൻ എന്നുള്ള പേരിന് അർത്ഥം വരുന്ന യേശു ഇതാ, മസിയ ഇതാ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ എപ്പോഴൊക്കെയാണ് നിവർത്തിക്കപ്പെടുന്നത് നമ്മൾ അറിയുന്നില്ല. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, കർത്താവേ, എൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടല്ലോ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടല്ലോ. എന്നാൽ അതല്ല, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുന്നത് ദൈവത്തിൻ്റെ ചില പദ്ധതികൾ നമ്മളിൽ നിവർത്തിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ചില ആലോചനകൾ നമ്മളിൽ നിവർത്തിക്കപ്പെടാനായിട്ട് പോവുകയാണ്. ഇന്ന് ഈ രാത്രികാലം എത്ര പേർക്ക് ഈ ദൂതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ദൈവം ഒരുപക്ഷെ നമ്മെ വിവിധ തലങ്ങളിലൂടെ നടത്തുമ്പോൾ യോസേഫ് വിചാരിച്ചില്ല. യോസേഫ്
യോസേഫ് സാധാരണപ്പെട്ട ഒരു ഗ്രാമീണ വ്യക്തിയായി ജീവിച്ചു വന്നൊരു വ്യക്തി, സാധാരണപ്പെട്ട ജീവിതാനുഭവം നടത്തി വന്ന ഈ വ്യക്തി. എന്നാൽ സാക്ഷാൽ ലോകത്തിന്റെ ചരിത്രത്തെ വെളിവാക്കാനായി, ഹല്ലേലൂയ, കന്യകയിൽ ജനിക്കാനായി ദൈവം തിരഞ്ഞെടുത്ത പ്രൈസ് ദി ലോർഡ് പാത്രമായിരിക്കുന്ന മറിയുടെ ഹസ്ബൻഡായി, മറിയുടെ ഭർത്താവായി നിലനിൽക്കാനും ഈ ലോകത്തിൽ തൻ്റെതായ ചില ദൗത്യം നിവർത്തിക്കാനായി ദൈവം തെരഞ്ഞെടുത്ത ഒരു മാനപാത്രമാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് തനിക്ക് വരാനായിട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഗോഡ് ഹാസ് എ സ്പെഷ്യൽ മിഷൻ അപ്പോൺ ഈച്ച് വൺ ഓഫ് യു. നമ്മെക്കുറിച്ചെല്ലാം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വി ആർ നോട്ട് മിയർ ബിലീവേഴ്സ്. നമ്മളൊരു സാധാരണ വിശ്വാസികളായിട്ട് ഇരിക്കാൻ ദൈവത്തിനൊരു പദ്ധതിയേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ രക്ഷിച്ച് തൻ്റെ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ചിന്തി തന്ന് നമ്മെ രക്ഷിച്ചത്, ഇറ്റ് ഈസ് നോട്ട് ടു ജസ്റ്റ് ലീവ് ആസ് എൻ ഐഡൽ ബിലീവർ. ഒരു സാധാരണ വ്യക്തിയായി, ഒരു വിശ്വാസിയായി ജീവിക്കാനായിട്ടല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഗോഡ് ഈസ് പ്രിപ്പയറിംഗ് അസ് ഫോർ എ സ്പെഷ്യൽ റിയലൈസേഷൻ. നമ്മളൊരു പ്രത്യേകമായ ദൗത്യത്തിനായി ദൈവം നമ്മെ നിയോഗിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഓരോരുത്തരും, ഇത് പറയുന്ന എനിക്കും ദൈവം ഒരു നിയോഗം തന്നിട്ടുണ്ട്. ആ നിയോഗത്തിന്റെ പൂർത്തീകരണം കാണാൻ ഹി മേ ഷാറ്റേർഡ് മൈ ഡ്രീംസ്, he may shatter my thinking, he may dismantle what I am thinking, because God has a special plan for you and me. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവത്തിനൊരു പ്രത്യേക പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവിക പദ്ധതി ഈ രാത്രികാലം തിരിച്ചറിയണം. ദൈവത്തിന് എന്നെക്കുറിച്ച് എന്താണ് പ്ലാന്? ദൈവത്തിന് എന്നെക്കുറിച്ച് എന്താണ് പദ്ധതി? ദൈവത്തിന് എന്നെക്കുറിച്ച് എന്താണ് ആലോചനയുള്ളത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരു ചെറിയ കണ്ണാടിക്കകത്തൂടെ മാത്രമാണ് കാണുന്നത്. എന്നാൽ വി ആർ നോട്ട് ഏബിൾ ടു സീ ദി അതർ എൻഡ് ഓഫ് ഗോഡ്സ് മിഷൻ. പ്രൈസ് ദി ലോർഡ്. വലിയൊരു പരേഡ് 2 ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെ കാണുന്ന കാഴ്ച നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ആൾക്കാരെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. 2 ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കൂടെ ഒരു വലിയ മാർച്ച് പാസ്റ്റിങ്ങിന് പോവുകയാണ്. നമ്മൾ ആ ചെറിയ ഗ്യാപ്പിലൂടെ കാണുന്ന കാഴ്ച മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എന്നാൽ ആ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറിയൊന്ന് നോക്കിക്കേ. വി ക്യാൻ സീ ദി ഹെലി വ്യൂ ഓഫ് എവ്രിതിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ ദി ഗ്രൗണ്ട്. അവിടെ താഴെ നടക്കുന്നതെല്ലാം നമുക്ക് കാണാൻ കഴിയും. എന്നതുപോലെ പ്രൈസ് ദി ലോർഡ്, ദൈവിക പദ്ധതികളും ദൈവികമായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ ചില പദ്ധതികളൊക്കെ ഒരു ഗ്യാപ്പിലൂടെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്നുണ്ട്. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ദൂത് എന്ന നിലയിൽ ഞാൻ വിളിച്ചു പറയട്ടെ. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച പല സ്വപ്നങ്ങൾ അസ്തമിച്ചു പോയിട്ടുണ്ടാകാം. നമ്മൾ ആഗ്രഹിച്ച പല ചിന്തകൾ ഹല്ലേലൂയ അത് അസ്ഥാനത്തായിട്ടുണ്ടാകാം. നമ്മൾ കണ്ട ചില ആഗ്രഹങ്ങൾ അത് സഫലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല. നമ്മൾ ആഗ്രഹിച്ചതായ ജീവിതം ഒരുപക്ഷെ നമുക്ക് നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല. എന്നാൽ ഞാനും നീയും ദൈവത്തിന്റെ കരവിരുത്തിലുള്ള, ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ദൈവമക്കളാണെങ്കിൽ ഗോഡ് ഈസ് ഹാവിങ് എ സ്പെഷ്യൽ പ്ലാൻ ഫോർ യു. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പ്രത്യേകമായ പദ്ധതിയുണ്ട്. ഈ രാത്രികാലം എത്ര പേർക്ക് അത് ഏറ്റെടുക്കാനായിട്ട് കഴിയും? എത്ര പേർക്ക് അതൊരു എൻ്റെ മേലുള്ള ദൈവത്തിന്റെ നിയോഗം അതാണ്? ഈവൻ ദോ ഐ കനോട്ട് സീ ദി അതർ എൻഡ്, അതിന്റെ അടുത്ത എൻഡ് എന്താണെന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. സോ വാട്ട് ഐ ക്യാൻ ഡു ഈസ് ബെറ്റർ ട്രസ്റ്റ് ഓൺ ഗോഡ്. ദൈവത്തിലങ്ങ് ആശ്രയിക്കുക. എൻ്റെ സ്വപ്നം ശിഥിലമായെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ബെറ്റർ ട്രസ്റ്റ് ഇൻ ഗോഡ്. ഹല്ലേലൂയ. ഹി മേ നോട്ട് ഫോർഗെറ്റ് us. അവൻ നമ്മെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല, ഒരു നാളും നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവം ഒരു നാളും നമ്മെ ഈ ലോകത്തിൽ കൈവിടുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ദാറ്റ് മീൻസ് there is a task for Joseph. യോസേഫിന്റെ ജീവിതത്തിൽ ഈ ട്രാജഡി ഉണ്ടായതിന് പിന്നിൽ ദൈവം യോസേഫിന് ചില നിയോഗം കൊടുത്തു. എന്തൊക്കെയായിരുന്നു നിയോഗം? The task was to just get involved in the divine revelation. ദൈവത്തിൻ്റെ ആ വലിയ ദൈവിക നിയോഗത്തിൻ്റെ ആ വെളിപ്പാടിലേക്ക് പ്രവേശിക്കുക. just to get involved in a definite requirement of raising Jesus. യേശു ഒരു തച്ചൻ്റെ മകനായി ആണ് അറിയപ്പെട്ടത്. യോസേഫിന് മനസ്സിലായി, സാക്ഷാൽ ലോകത്തിൽ വരേണ്ട മശീഹയെ ഒരു കാർപ്പൻ്റർ ആക്കേണ്ടത് എൻ്റെ ചുമതലയാണ്.
പ്രൈസ് ദി ലോർഡ്. തച്ചൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടാനായി അവനെ മാറ്റണമെങ്കിൽ ഹി ഹാസ് ടു ബി വിത്ത് മൈ ബോസം, എൻ്റെ ജീവിതാനുഭവത്തിലോട് ചേർന്ന് നിൽക്കണം. അങ്ങനെ യോസേഫിൻ്റെ മേലുള്ള ദൈവിക നിയോഗത്തെ യോസേഫ് വളരെ ഭംഗിയായിട്ട് നിവർത്തിച്ചു. അവസാനമായി യോസെഫിൻ്റെ മേലുള്ള റിയലൈസേഷൻ ഇതായിരുന്നു: സാക്ഷാൽ മശികയാണ് ഞാൻ വളർത്തുന്നത്, സാക്ഷാൽ ലോകത്തിന് വരാനുള്ള മശികയാണ് ഞാൻ വളർത്തുന്നത്, പാപത്തെ ചുമക്കാനുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എൻ്റെ വീട്ടിൽ വളരുന്നത് എന്നുള്ള വലിയ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം കാണാൻ കഴിഞ്ഞു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ചിലത് ആലോചിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി എത്ര പേർക്ക് സമർപ്പിക്കാനായിട്ട് കഴിയും? അവസാനമായി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഈ രാത്രികാലം പരിമിതപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ജോസഫ് ഹാസ് ബ്രോട്ട് ഇൻ ടു എ ടെസ്റ്റിമണി. പ്രൈസ്, ഒരു സാക്ഷ്യത്തിനായി യോസെഫിനെ നിലനിർത്തി. തൻ്റെ ജീവിതത്തെ എന്നും ഓർമ്മിക്കത്തക്ക നിലയിലുള്ള ഒരു സാക്ഷ്യം തൻ്റെ ജീവിതത്തിലുണ്ടായി. 24-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: യോസേഫ് ഉറക്കമുണർന്ന് കർത്താവിന് ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്ത് ഭാര്യയെ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. തൻ്റെ മേലുണ്ടായിരുന്ന സാക്ഷ്യം എങ്ങനെയാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൽ നിന്ന് ലഭിച്ച നിയോഗത്തെ നിവർത്തിക്കാൻ താൻ തയ്യാറായപ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ദ റിയൽ ടെസ്റ്റിമണി ഈസ് നോട്ട് വാട്ട് വി ഫേസ്, ബട്ട് ദ റിയൽ ടെസ്റ്റിമണി ഈസ് വാട്ട് വി ഡു. യോസെഫിന് വേണമെങ്കിൽ ഇത് കേട്ടിട്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് പോകാം. യോസെഫിന് വേണമെങ്കിൽ ദൈവദൂതൻ പറഞ്ഞത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് യോസെഫിന് പോകാം. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമുണ്ടാകുന്നത് ദൈവം പറയുന്നത് നിവർത്തിക്കുമ്പോഴാണ്. പ്രൈസ്. യോസെഫിന് വേണമെങ്കിൽ ഈ ക്യാൻ ഡിനൈ ഓൾ ദോസ് തിങ്സ്. ഇതെല്ലാം യോസെഫിന് നിരാകരിക്കാം. ശങ്കിക്കേണ്ട, ദൂതൻ പറഞ്ഞു ഇല്ല, പറ്റത്തില്ല, എന്നെ കൊണ്ട് അത് നടക്കത്തില്ല എന്ന് യോസെഫിന് പറയാം. പ്രൈസ് ദി ലോർഡ്. അവൻ യേശു എന്ന് പേരിടണം, നിന്നെ അതിനെ നിയോഗിച്ചിരിക്കുകയാണ്, നിന്റെ വീട്ടിൽ വളർത്തണം, നിന്റെ ജോലി അവനെ പഠിപ്പിക്കണം, പറ്റത്തില്ല എന്ന് യോസെഫിന് പറയാം. ബിക്കോസ് യോസെഫ് ഇതിനകത്തൊന്നും ഇൻവോൾവ് അല്ല. എന്നാൽ തൻ്റെ സാക്ഷ്യം നിലനിൽക്കുന്നത് ഹി വാസ് റെഡി ടു ഒബേ. അത് പറഞ്ഞത് നിവർത്തിക്കാൻ താൻ തയ്യാറായി. അതാണ് 24-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും വേണമെങ്കിൽ അന്നത്തെ യഹൂദ കസ്റ്റം അനുസരിച്ച് ഹി ക്യാൻ ഈസിലി സ്ലിപ്പ് ഓവർ, ഈസിലി ഊരിപ്പോകാം. കാരണം ഒരു പുരുഷനെയാണ് അവിടുത്തെ സമൂഹം അംഗീകരിക്കുന്നത്. അവിടെ കുറ്റക്കാരിയാകുന്നത് മറിയയാണ്. യോസെഫിന് ഇതിൻ്റെ ബർഡൻ എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു അൺകണ്ടീഷണലായിട്ടുള്ള ഒരു കമ്പൈലൻസ്, തൻ്റെ നിയോഗത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹി വാസ് നോട്ട് റെഡി ടു ഡിനൈ മേരി. മറിയയെ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ പ്രൈസ് ദി ലോർഡ് താൻ എന്ത് ചെയ്തു? ചേർത്തുകൊണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുപക്ഷെ യോസെഫിനെ ചൊല്ലി പലരും പറഞ്ഞു കാണും, പല അപഖ്യാതി പറഞ്ഞു കാണും. യോസെഫെ, നിനക്ക് നാണമില്ലേ ഒരു കുഞ്ഞിനെ, നിന്റെ അറിവില്ലാതെ വളരുന്ന ഒരു കുഞ്ഞിനെ വഹിക്കുന്ന ഒരു സ്ത്രീയുടെ കൂടെ ഇനിയും ജീവിക്കാനായിട്ട്? അല്ലെങ്കിൽ യോസെഫിന്റെ നേരെ പല ആളുകളും പിറുപിറുത്ത് കാണും, ഇതല്ലല്ലോ നാട്ടിന്റെ സമ്പ്രദായം, നിശ്ചയിക്കപ്പെട്ട നാളിൽ ഒരിക്കലും നിങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ലാത്തതാണ്, നിങ്ങൾ എന്തിനാ അങ്ങനെ ഈ ഒരു നാട്ടു നടപ്പിനെ തന്നെ ത്യജിച്ചത് എന്നെല്ലാം താൻ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഏകദേശം ഒരു 9 മാസമെങ്കിലും ഇത് തൻ്റെ കാതിൽ കേട്ടോണ്ടിരുന്നു. എന്നാൽ ആ 9 മാസവും യോസെഫ് എന്ത് ചെയ്തില്ല? ഹി വാസ് റെഡി ടു ഗീവ് ഹിസ് ലൈഫ്. അവൻ്റെ ജീവിതം ഇതിനു വേണ്ടി സമർപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ സമൂഹം പറഞ്ഞത് താൻ ചെവിക്കൊണ്ടില്ല. ദൈവത്തിൻ്റെ ദൂതന്മാർ പറഞ്ഞത് അത് അക്ഷരം പ്രതി നിവർത്തിക്കാനായിട്ടിടയായി. ദർ വാസ് എ അൺവേവറിങ് കമ്മിറ്റ്മെന്റ്. തനിക്കൊരു ചിതലമാകാത്ത അല്ലെങ്കിൽ ചാഞ്ചാട്ടം ഉണ്ടാകുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായില്ല. ഹി വാസ് വെരി സ്ട്രോങ് ഇൻ വാട്ട് ഹി വാണ്ട് ടു ഡു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ദൂതന്മാർ പറഞ്ഞത് ഒരു കന്യകയിൽ ഒരു യേശു എന്ന് പറയുന്ന ഒരു പുരുഷൻ ജനിക്കും, ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും
വിവാഹം നടന്നിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പ്രൈസ് ദി ലോർഡ്, മകൻ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. ഒരു കുടുംബജീവിതം, ഒരു വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായ യോസേഫ്, ഹി വാസ്, ഒരു ഭാര്യയും ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം സാധാരണഗതിയിൽ നടക്കേണ്ടത് അതിനുവേണ്ടി താൻ ഏൽപ്പിക്കപ്പെടാതെ ഒരു ബാച്ചലർ ലൈഫ് മാസങ്ങളോളം ജീവിക്കാൻ താൻ തയ്യാറായി. സ്വന്തം ഭാര്യയോട് കൂടെ താമസിക്കാതെ he was separated himself not to join with Mary because he has to fulfill God's revelation. അതായത് ദൈവം തനിക്ക് കൊടുത്ത നിയോഗം ഇതാണ്, ഒരു കന്യക പ്രൈസ് ദി ലോർഡ് ഒരു മകനെ പ്രസവിക്കും. അത് എൻ്റെ ജീവിതം കൊണ്ട് കളങ്കപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യെസ്, കന്യകയായി തന്നെ അവൾ പ്രസവിക്കണം. സോ there was a unwavering commitment from a married couple. ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു യോസെഫിൻ്റെ മേൽ ഒരു ദൃഢമായ കമ്മിറ്റ്മെന്റ് ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. മാത്രവുമല്ല, there was a praise the Lord unfailing completion of what God has asked for him. അവിടെ പറയുന്ന അവസാനം 25-ാമത്തെ വാക്യം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാ, അവൻ അവളെ പരിഹരിച്ചില്ല, മകന് അവൻ യേശുവെന്ന് പേര് വിളിച്ചു. വേണമെങ്കിൽ യോസേഫിന് വേറെ ഏതെങ്കിലും പേര് കൊടുക്കാം, വേണമെങ്കിൽ യോസേഫിന് തൻ്റെ സ്വാതന്ത്ര്യമാണ്, തനിക്ക് എന്തെങ്കിലും ചെയ്യാം. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത് he was able to complete it. യേശുവിന് യേശു എന്ന് പേര് വിളിക്കാനായി, ജനിക്കുന്ന കുഞ്ഞിന് യേശു എന്ന് പേര് വിളിക്കാനായി താൻ തന്നെ. സോ ഹിസ് ടെസ്റ്റിമണി വാസ് റിയലി സംതിങ് ദാറ്റ് ഹി വാസ് റെഡി ടു ഡു. തനിക്ക് വേണ്ടി ദൈവം നിയോഗിച്ചത് ചെയ്യാൻ തയ്യാറായി. എന്നെയും നിങ്ങളെയും ഈ രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് അത് തന്നെയാണ് പറയുന്നത്. There would be a times when God will shatter our dreams. നമ്മുടെ സ്വപ്നങ്ങളെ ദൈവം ഒരുപക്ഷെ അസ്ഥാനത്താക്കുന്ന സാഹചര്യം ഉണ്ടാകാം. ഈ ദേശത്തൊരു ജോലിക്ക് വേണ്ടി വന്ന് നാം ജോലി അന്വേഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പ്രതീക്ഷകളുണ്ട്. എന്നാൽ ദൈവം നമ്മളെ ഒരു ദൗത്യത്തോടെ ഈ ദേശത്ത് നിലനിർത്തിയിരിക്കുമ്പോൾ there should be a testimony to complete. അത് നിവർത്തിക്കപ്പെടാൻ ഒരു സാക്ഷ്യം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുകയാണ്. There should be an unconditional ആയിട്ട്, ദൈവത്തോട് മറുത്ത് ചോദിക്കാതെ, വൈ എന്ന് ചോദിക്കാതെ, ദൈവത്തോട് ഒരു അൺവേവറിംഗ് ആയിട്ട് നിൽക്കാതെ, അൺവേവറിംഗ് കമ്മിറ്റ്മെന്റ് ഉണ്ടാകാനായിട്ട് ദൈവം ഈ രാത്രികാലം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ രാത്രികാലം യോസേഫ് ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി ഒന്നും മാറിയില്ല. ബട്ട് ഹി വാസ് എൻ ഹംബിൾ പേഴ്സൺ ടു ഒബേ ഗോഡ്സ്, ടു കം ഇൻ ടു ദി മിഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമാകാൻ താഴ്ത്തപ്പെട്ട ഒരു വ്യക്തിയായി മാറി. എന്നെ നിന്നെയും നിങ്ങളെയും ഈ രാത്രികാലം ദൈവം അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മളോടും ദൈവത്തിൻ്റെ ആത്മാവ് അത് തന്നെയാണ് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ പദ്ധതിക്കായിട്ട് എത്ര പേർക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? ഒരുപക്ഷെ ദൈവം നമ്മുടെ പ്ലാൻ മാറ്റുമ്പോൾ ഹീ ഹാസ് എ ഡെഫിനിറ്റ് പ്ലാൻ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഒരുപക്ഷെ ദൈവം നമ്മളെ ചില നിയോഗങ്ങളിലൂടെ വിടുമ്പോൾ, അത് ഫുൾഫിൽ ചെയ്യപ്പെടുമ്പോൾ, ആ ടാസ്കുകൾ ഏൽക്കപ്പെടുമ്പോൾ, വി ആർ ഗെറ്റിംഗ് ഇൻ ടു എ ന്യൂ റിയലൈസേഷൻ ഓഫ് ദാറ്റ് ഡിവൈൻ റെവലേഷൻ. ദൈവത്തിൻ്റെ ആ പുതിയ ദൈവിക വെളിപ്പാടിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയാണ്. ദൈവത്തിന് നമ്മെ ആ വെളിപ്പാടിൽ നിറയ്ക്കാൻ ആഗ്രഹമുണ്ട്. ഈ രാത്രികാലം ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു സ്പെഷ്യൽ റെവലേഷൻ നൽകാനായിട്ട് ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ട സ്വപ്നത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ചില പ്രതീക്ഷകളുടെ പിന്നാലെ പോവുകയാണ്. എന്നാൽ പ്രതീക്ഷകൾക്കപ്പുറത്തായിട്ട് ദൈവത്തിന് നമ്മോടുള്ള ദൈവത്തിൻ്റെ ചില വെളിപ്പാടിനെ ഇന്ന് രാത്രികാലം നമുക്കൊന്ന് പ്രാപിക്കാൻ കഴിയട്ടെ. ഇതൊരു ആത്മീയ ദൂതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പകരുന്നത്. എവ്രിവൺ ഹല്ലേലൂയ, ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിനൊരു ദൈവിക വെളിപ്പാടുണ്ട്. ആ വെളിപ്പാട് പ്രാപിപ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. അത് തിരിച്ചറിയാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. അതിനുവേണ്ടി ഇറങ്ങാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. അതിനുവേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമ്മെ തന്നെ ദൈവങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാമോ ഈ രാത്രികാലം? ഹല്ലേലൂയ. എത്ര പേർക്ക് കർത്താവേ, ഒരു യോസേഫിൻ്റെ ജീവിതത്തിൽ he was an insignificant person, but he was not an ordinary person. There was a special plan for Joseph.
യോസേഫിന് ഒരു പ്രത്യേകമായ പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് പിന്മാറാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും പിന്മാറാതെ ദൈവിക പദ്ധതിക്ക് വേണ്ടി അവസാനം വരെ നിൽക്കാനിടയായി. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ എൻ്റെ മേലുള്ള നിയോഗം എന്താണ് കർത്താവേ? എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് കർത്താവേ? എൻ്റെ ഈ UAE-യിൽ ഈ ദുബായിൽ ഞാൻ ആയിരിക്കുന്നതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിന്ത എന്താണ് കർത്താവേ? ആ ടാസ്ക് എന്താണ്? എനേബിൾ മീ ടു ഫുൾഫിൽ ദാറ്റ് ടാസ്ക്. ആ നിയോഗം പൂർത്തീകരിക്കാൻ എന്നെ സഹായിക്കണമേ. യോസേഫ് അത് തന്നെയാണ് പ്രാർത്ഥിച്ചത്. ദൂതൻ്റെ വാക്കിന് മുമ്പിൽ മറുതലിക്കാതെ അത് പൂർത്തീകരിക്കാൻ തൻ്റെ ജീവിതത്തെ ഒഴിച്ചു കൊടുത്തു. ഇന്ന് രാത്രികാലം ദൈവിക പദ്ധതിക്ക് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതത്തെയും നമുക്ക് സമർപ്പിക്കാം. നമ്മൾ കേട്ട വചനങ്ങളെ നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും തങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, ഗോഡ് ഹാസ് എ ക്രിയേറ്റീവ് പ്ലാൻ ഫോർ മീ. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ഞാൻ സ്വപ്നം കാണുന്നതല്ല എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഞാൻ ആഗ്രഹിക്കുന്നതല്ല എൻ്റെ കരിയർ. ദൈവത്തിന് ചിലത് എൻ്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. അതിലേക്ക് എത്തപ്പെടാനായി ഹൗ ഓഫൺ വി ആർ ഹംബിൾ ടു റിസീവ് ദാറ്റ് ഗോഡ്സ് മിഷൻ ഇൻ മൈ ലൈഫ്. കർത്താവ് അതിനായി ഞങ്ങളെ സഹായിക്കണമേ, ഒരുക്കണമേ. ഈ രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തിനായി നന്ദി പറയുന്നു കർത്താവേ. നാം എല്ലാവരും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ